വിണ്ണിൻ ശലഭങ്ങൾ സ്നേഹാർദ്രമായി വന്നെത്തുമോ ആത്മാവിലും പുണ്യം നൽകി മനസ്സെന്നും മലർവാടിയാകാനായി നമസ്കാരം. മനസ്സൊരു മലർവാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാടിക്കോളൂ. പാട്ട് കേട്ടിട്ടോ? അല്ല, എനിക്ക് ബൈഷന്റെ പാട്ട് ഇങ്ങനെ കുറച്ച് ദിവസമായാലും ഇപ്പൊ ഒരാഴ്ചയിലേ കേട്ടിട്ട്, അപ്പൊ മിസ് ചെയ്തിട്ട് വയ്യ. അപ്പൊ അതുകൊണ്ടൊന്ന് പെട്ടെന്ന് കേൾക്കാം. പക്ഷെ പാടുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം നമ്മുടെ ഇവിടെ പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നില്ലേ, അവരെ ആദ്യം നമ്മുടെ ഷോയിലേക്ക് വെൽക്കം ചെയ്യണ്ടേ. ഗുഡ്നസ് കൂട്ടായ്മയിലെ നിങ്ങൾ എല്ലാവർക്കും, എല്ലാ അംഗങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി പാട്ടേക്കാം. പെട്ടെന്ന് പാട്, നല്ല പാട്ട് പാടണം കേട്ടോ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. നന്നായിരുന്നു ബൈച്ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ചല്ലേ. നല്ല നല്ല പാട്ട്. തുടങ്ങാം. എന്താ ഒരു ഉഷാറില്ലാത്തോണം? യൂഷ്വലി പാട്ടൊക്കെ പാടുമ്പോ ഭയങ്കര സന്തോഷത്തോടെയാ പാടാറ്. പക്ഷെ ഇന്ന് പാട്ട് പാടിയിട്ട് എന്തോ ഒരു തൃപ്തി ആയിട്ടില്ലേ? ശരിയായില്ലേ? പ്രാക്ടീസ് പാട്ട് അല്ല, നമുക്ക് മാനസികമായിട്ട് അത്രയും നല്ല ഒരു സുഖത്തിലല്ല. അതുകൊണ്ട് അതെന്ത് പറ്റി? വേറൊന്നുമല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ, എന്റെ പേഴ്സണൽ പ്രശ്നമല്ല, ഒരു ഫ്രണ്ടിന്റെ, അവന് ചെറിയൊരു പ്രശ്നം. ഫാമിലി, അവനൊരു കുട്ടിയുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി, വീണ്ടും പ്രഗ്നന്റ് ആയി വൈഫ്. അപ്പൊ അവന് അതിനോട് താല്പര്യമില്ല. കാരണം പെട്ടെന്ന് ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളൊപ്പം വേറെ കുട്ടി വന്നു, പിന്നെ അതിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഇപ്പം പറഞ്ഞ അത് അബോർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് അവന്റെ നിർബന്ധത്താൽ അത് അബോർട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ അത് ആ വൈഫിന് ഭയങ്കര പ്രശ്നമായി. അപ്പൊ അവർക്ക് ആകെ ഭയങ്കര മൂഡ് ഔട്ടും പിന്നെ പ്രശ്നങ്ങളും. അതുകൊണ്ട് ഭയങ്കര പ്രശ്നം, ഇപ്പൊ ലൈഫിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് ശരിയാ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാർക്ക് ഇങ്ങനെ ഒരു വിഷമം വരുമ്പോ ഒബ്വിയസ്ലി അല്ലേ നമുക്കും അതൊരു വിഷമം ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ബൈച്ചേട്ടാ, അദ്ദേഹം ചെയ്ത ആ ഒരു തീരുമാനം തെറ്റിപ്പോയി. അല്പം ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ദൈവം തന്നതല്ലേ. അപ്പൊ പിന്നെ ആ ഒരു ഇതിനെ ഇവരിപ്പം കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ അതിനകത്ത് ഇവർക്ക് ഒരു രണ്ടാമത് ദൈവം ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞൊരൊറ്റ റീസൺ കൊണ്ട് ആ കുഞ്ഞിനെ അങ്ങനെ ഒരു അബോർട്ട് ചെയ്യേണ്ടത് ഉണ്ടായിരുന്നില്ല. അല്ല, അത് ഞാനും പറഞ്ഞു നോക്കി. പക്ഷെ അവൻ പറയണ അതല്ല, ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുള്ള സമയത്ത് അതിന്റെ പഴുത്ത കാര്യങ്ങളും ഇപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ അതിങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കണതിന്റെ ഇടയിൽ ഇത് നോക്കി കഴിഞ്ഞാൽ അതിനെ നോക്കാൻ പറ്റില്ല. അതായിരിക്കില്ല അവരുടെ മെയിൻ ഇഷ്യൂ, അതൊന്നും ആയിരിക്കില്ല. സമൂഹത്തിനെ എങ്ങനെ ഫേസ് ചെയ്യും? അതായത് ഇത്രയും നമുക്കിപ്പോ ഇത്രയും പ്രായമായില്ലേ, ബൈച്ചോന്റെ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോ എന്തായാലും ഒരു 19 വയസ്സുണ്ടാവുമല്ലോ.
ഒരു 48. അപ്പൊ അതൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ സമൂഹത്തിനെ ഫേസ് ചെയ്യാം, അതായിരിക്കും മിക്കവാറും. കാരണം മൂത്ത കുട്ടി എന്ന് പറയുന്നത് ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും ഒരു 18, 19 വയസ്സ് 20 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. തേർഡ് ഇയർ ഒക്കെ ആയെങ്കിൽ. എന്റെ മോനുണ്ടല്ലോ അത്ര വയസ്സുണ്ട്. ആണല്ലേ? വായിച്ചോടനെ എന്ത് ക്ലവർ ആയിട്ടായിരിക്കണേ. ഞാനൊക്കെ ശൈശവിവാഹമായിരുന്നു രമ്യ, ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു. അപ്പൊ ഇപ്പൊ ഒരു 38 വയസ്സ് കഴിഞ്ഞു. കഴിഞ്ഞു, അത്ര ആയിട്ടുള്ളൂ. പക്ഷെ എന്നാൽ എനിക്ക് സമൂഹത്തിൽ അത് പൊതുവെ ഒരു ഇതുള്ളതാണ്. ഓയോ ഇത്ര ഏജ് ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാര് ഇതിനെ ഒരു ഇങ്ങനെ വ്യാഖ്യാനിക്കും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷെ കൂട്ടുകാരൻ അങ്ങനെ എല്ലാ ചില ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കൂലോ. വീട്ടിലല്ലേ തന്നെ വീട്ടുകാർ തന്നെ ഇതൊക്കെ അറിയുമ്പം എന്താടാ നീ ചോദിക്കും, മറ്റുള്ളവൻ എന്ത് വിചാരിക്കും, സ്വന്തം ലൈഫ് ചെയ്ത് തെറ്റായി പോയി. ദൈവം തന്ന ഒരു അതില്ലാത്തവർക്ക് അറിയാം അതിന്റെ ആ ഒരു വിഷമം അല്ലേ. എന്തായാലും ഇതിപ്പോ ഇവന്റെ ഫാമിലി മാത്രമല്ല രമ്യ, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേൾഡിൽ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഉള്ള ഒരു പ്രശ്നമാണ്. കാരണം എല്ലാം ഇന്നെന്താ ഇന്ന് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഇതൊരു നല്ല കാര്യം പറയാൻ തുടങ്ങി, മധുരമുള്ള ഒരു ഇത് കഴിച്ചിട്ട് വേണം പറയണം. പിന്നെന്താ ഏറ്റവും വില കൂടിയ മുന്തിയ സൈസ് ചേട്ടൻ കഴിക്കാനെടുത്തു വില കൂടിയതാ. അതിട്ടൊന്നല്ല, പിന്നെ നല്ല ഒന്നാതിരം വില കൂടിയതാ. എന്താ ജോസേട്ടാ വിശേഷം പറ. ഇന്ന് എന്തിനാ ഞങ്ങക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നേ? ജോസേട്ടൻ ഇന്ന് സാലറി കൂടുതൽ അച്ഛൻ തന്നാ? അല്ല, പിന്നെന്താ എന്റെ ഇതെന്താ നാണം? മൂന്നാമതൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ല. വിശേഷാണ്. അയ്യോ കൈ തരൂ, കൈ തരൂ. കൺഗ്രാറ്റ്സ്, മൂന്നാമത്തെ പ്രായത്തിലൊക്കെ എന്ത് പ്രായം? ഇത് നര കേടാണ്, കേട്. അല്ലാണ്ട് എനിക്ക് പ്രായമൊന്നുമില്ല. എന്റെ പ്രായമായെന്ന് വെച്ചോ, അതിലെന്താ തെറ്റ്? എന്റെ ഭാര്യക്കല്ലേ ഉണ്ടായത്, അല്ല ചോദിക്കൂ. അത് മിഠായും കൊടുത്ത് നടക്കണത്. ഞാൻ മിഠായി എനിക്ക് സന്തോഷം കൊണ്ട് അത് പിടിച്ചോ, അത് കഴിച്ചോ. എനിക്ക് തന്നേക്കും, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമായി. അല്ല ഇതുപോലത്തെ ബൈജു ചേട്ടൻ ഇപ്പൊ റിയാക്ട് ചെയ്തില്ലേ, ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പേടിച്ചിട്ടായിരിക്കണം ബൈജു ചേട്ടന്റെ ഫ്രണ്ടും ഇതേപോലെ അബോർഷൻ ചെയ്തത്. നല്ല കാര്യം ജോസേട്ടാ, ഇതേപോലെ വേണം കണ്ട, താടിയും മുടിയൊക്കെ നനയാണെങ്കിലും. വാർദ്ധക്യത്തില് കുട്ടികളുണ്ടാവും. പണ്ട് നമ്മുടെ പഴയ കാലത്തൊക്കെ ഒരുപാട് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതാണ് പ്രായം ഏതുമായിക്കോട്ടെ, ദൈവം തരുന്ന ആ ഒരു വിത്ത്. ഇതിങ്ങനെയൊക്കെ ബൈബിൾ വചനത്തിൽ ഉണ്ടാവില്ലേ? എനിക്ക് വചനങ്ങൾ പറയാൻ അറിയില്ലെന്നേ ഉള്ളൂ. വചനം തിരുത്താൻ അല്ല അതേ പറഞ്ഞ, ഞാൻ വചനമായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്താണോ കാര്യം ചോദിക്കാം. അതൊക്കെ നമുക്ക് ചോദിക്കാൻ കൊള്ളാം. അച്ഛനോട് പറയാൻ്റെ കാര്യം എന്നോട് പറയോ? അപ്പൊ ശരി, ചേച്ചിയുടെ അടുത്ത് പറയൂല. ജോസേട്ടാ ചേച്ചിയുടെ അടുത്ത് എന്റെ ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് പറയണം. ഇനി ഒരു 9 മാസം കാത്തിരിക്കാം, ഒരു കുഞ്ഞിക്കാല്. മൂന്നാമത്തെ കൊച്ചിന്റെ അപ്പ പോയോടെ ചെല്ലിപ്പോ തല്ലിട്ടൊന്നും കാര്യമില്ല, എല്ലാം കൈവിട്ട് പോയില്ലേ. 10 മാസം കഴിഞ്ഞ് കാണാം. എല്ലാത്തിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട് ദാസാന്ന് പറയണല്ലോ. എല്ലാത്തിനും ഉണ്ട് ഒരു സമയവും കാലവും. പക്ഷെ ഇതൊക്കെ അല്ല എന്താ പറയാ, ഇങ്ങനെ ബൈ മിസ്റ്റേക്ക് അങ്ങനെയൊക്കെ ചിലപ്പോ സംഭവിക്കുന്നത്. എന്റെ വീട്ടിൽ ഞാൻ എത്രാമത്തെ ആളാന്നറിയോ? 7ാമത്തെ ആള്. അതൊരു മിസ്റ്റേക്കും അല്ല. അല്ല, അത് പണ്ട് കാലത്ത് എപ്പോഴും അങ്ങനെയാണല്ലോ. എന്റെ അമ്മയും അച്ഛനും ഒക്കെ അതേപോലെ ചേട്ടാ, ഇതേപോലെ 6, 7 ഒക്കെ നിങ്ങളുടെ ജനറേഷനൊക്കെ അങ്ങനെയാ. എത്രാമത്തെ? ഞാൻ 3ാമത്തെ. അപ്പൊ പിന്നെ ഉണ്ടായിരുന്നു. ഞാൻ 7 വെച്ച് ക്ലോസ് ചെയ്തു. ജോസേട്ടാ എന്തായാലേ ഓരോരോ പ്രശ്നമുണ്ട്. നിങ്ങൾ നമസ്കാരം സാർ. നമസ്കാരം സാറേ, എന്റെ മോളെ രക്ഷിക്കണം. അവളൊരു പാവോ, അവക്കൊരു അബദ്ധം പറ്റിപ്പോയി. അല്ല കുഴപ്പമില്ല, കരയണ്ട. ഞങ്ങളെ വീട്ടിലെ അടുത്തുള്ള ആന്റി പറഞ്ഞു ഇവിടെ വന്ന് അച്ഛനെ കണ്ട എല്ലാത്തിനും ഒരു പരിഹാരമാണോന്ന്. പിന്നെ അച്ഛനെ കാണാൻ നാളെ സമ്മതിക്കണം. അച്ഛൻ ഇപ്പൊ വരും. എന്റെ പ്രശ്നങ്ങൾക്ക് അച്ഛൻ സൊല്യൂഷൻ പറഞ്ഞു തരും കേട്ടാ, പേടിക്കണ്ട. ഒരു കാര്യം ചെയ്യും, ഇരുന്നോട്ടെ, അച്ഛന്റെ അടുത്ത് പറഞ്ഞാ മതി. ഇരുന്നോളൂ. ഞാൻ വന്നപ്പോ പറഞ്ഞില്ലേ അവരെ പേടിപ്പിക്കരുന്നു. ആര് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളല്ലേ പേടിപ്പിച്ച്. ജോസേട്ടന് ന്യൂസ് കിട്ടാത്തതിന്റെ സങ്കടവും. അച്ഛനെ വിളിക്കാല്ലേ? റെവറൻഡ് ഡോക്ടർ ജോർജ് മണലേൽ അമേരിക്കയിൽ കൗൺസിലിംഗ് സൈക്കോളജിയിൽ MA-യും ക്ലിനിക്കൽ സൈക്കോളജിയിൽ PhD-യും എടുത്തു. പിന്നീട് ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ 17 വർഷത്തോളം അധ്യാപകനായിരുന്നു. ഇപ്പോൾ എറണാകുളം ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗിന്റെ ഡയറക്ടറായി വർക്ക് ചെയ്യാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഈ ജോർജ് മണലേൽ അച്ഛനെ വളരെ അഭിമാനത്തോടു കൂടി നമുക്കിനി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
നമസ്കാരം അച്ഛാ. നമസ്കാരം ജോർജ് അച്ഛാ. അച്ഛാ സുഖം? നല്ല വിശേഷം അച്ഛാ. പിന്നെ ചില വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ചെറിയ ദുഃഖങ്ങൾ കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്താ? ഞാൻ നേരത്തെ വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടിന് ഇതൊരു അബോർഷൻ കേസ്. അപ്പൊ അത് അവർക്ക് ഒരാൾക്ക് വേണ്ട ഒരാൾക്ക് വേണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. ഇവർക്കും അങ്ങനെ എന്തോ പ്രശ്നമാണ്. അച്ഛൻ തന്നെ കേട്ടിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു. എന്താണെന്നൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. അമ്മ വന്നപ്പോ തന്നെ കരയായിരുന്നു. പേഴ്സണലായ കാര്യങ്ങളല്ലേ. ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അബോർഷൻ കണ്ടമാനം കൂടിയിട്ടുണ്ട്. കണക്കനുസരിച്ച് വളരെയധികം പെട്ടെന്ന് കൂടിയിട്ടുണ്ട്. കൗമാരപ്രായക്കാരുടെ കൂടി. അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിവാഹിതരുടെ അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. കല്യാണം കഴിച്ചവരാണ്, പക്ഷേ കുട്ടികൾ ഈ വേണ്ടാത്ത രീതി ഉണ്ടാകുന്നു. അങ്ങനെ എല്ലായിടത്തും കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്, മോറൽ പ്രോബ്ലമാണ്. നമ്മൾ ശരിയായി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് എന്താ ഇന്നത്തെ ഇവരുടെ ഇഷ്യൂ എന്താന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പേരെന്താ? അമ്മാവനാണ് ഞാൻ. അപ്പം ഞാനിവിടെ ഈ കുട്ടിയെ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു എന്തോ ഇതിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവൾക്കിപ്പോൾ ഊണുമില്ല, ഉറക്കവുമില്ല. അവൾ എപ്പോഴും ചിന്ത എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ ചിന്തയാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലോ പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോൾ അവൾക്ക് ആകെ ഒരു അങ്കലാപ്പാണ്. പഠിക്കാനും ഒക്കെ നല്ല സമർത്ഥയായിരുന്നു അവള് പഠിക്കുന്ന കാലത്ത്. പാവ ഒരു കുട്ടിയാണ്. എന്റെ വീട്ടില് മോളാണ് പെണ്ണായിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ അത്ര ഓമിച്ചാണ് ഇവള് വളർത്തിയത് തന്നെ. ഇവള് പഠിക്കാൻ നല്ല മിടുക്കാണ്. +2 നല്ല മാർക്ക് കിട്ടി. അപ്പം എന്റെ മോക്ക് പറഞ്ഞു, ഞാനോ പഠിച്ചിട്ടില്ല അച്ഛോ, അപ്പൊ എന്റെ മോളെങ്കിലും നല്ല ലെവലിൽ എത്തണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അമ്മാവന്റെ പരിചയത്തിലുള്ള ഒരു ബന്ധു വീട്ടില് ബാംഗ്ലൂർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മോക്കും പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ആക്കി. അവിടെ 1 മാസമൊക്കെ ഇവിടെ ഫോണൊക്കെ വിളിക്കും, ഞങ്ങളെ വീട്ടിൽ വിളിക്കും. അമ്മ എനിക്ക് സ്ഥലം ഇഷ്ടമായി, എല്ലാരൊക്കെ നല്ല സ്നേഹമാ, എല്ലാരും കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആയപ്പോ അച്ഛൻ വിളിയൊന്നും ഇല്ല. വെക്കേഷൻ ആയാലും മോള് വീട്ടിൽ വരുന്നില്ല. അങ്ങനെ ഞങ്ങള് ഇവിടെ നിന്ന് എല്ലാരും കാറ് പിടിച്ച് ഞങ്ങൾ അവിടെ എത്തിയിട്ട് മോളെ കണ്ടപ്പോ തന്നെ ഞങ്ങള് എന്തു പറ്റിയെന്നറിയില്ല. ആകെ ഇത് അങ്ങനെ ഞങ്ങള് മോക്ക് അപ്പൊ തന്നെ ഒരു വല്ലാത്തൊരു ഭീതി പോലെ എന്തോ. അപ്പൊ ഞങ്ങള് അവിടെ ഉള്ളവരടുത്ത് എന്തോ പറയാന്ന് വെച്ചോ, അവിടെ ഉള്ളവര് എന്റെ മോള് ഇവിടെ ഒരു പൊട്ടി പെണ്ണല്ലേ, എല്ലാരും കൂടെ ചതിച്ചോ, ഇവിടെ അബോർഷനാക്കാൻ വേണ്ടി അവരുള്ളവര് ശ്രമിച്ചോ. അവര് അബോർഷൻ ചെയ്യിപ്പിച്ചു. എന്താ ചെയ്തത്? ചെയ്യിപ്പിച്ചോ, നിർബന്ധിച്ച് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇവിടെ ഒന്ന് പൊട്ടി പെണ്ണല്ലേ ചോ, അവർക്ക് എങ്ങനെ തോന്നുന്നു, ഒന്നും അറിയാത്തതല്ലേ, നാട്ടും പ്രദേശിച്ച് ജീവിച്ച കൊച്ചല്ലേ ചോ, നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചവര്. അതിനുശേഷം എന്റെ കൊച്ചാകെ എന്തോ പറയാന്ന് വെച്ചോ, എല്ലാം എനിക്ക് ആകെ കൂടി ഒരു ബോളെയുള്ള വീട്ടിൽ തിരിച്ചു വന്ന ശേഷം എങ്ങനെയാ? പുറത്തൊന്നും പോകാൻ പറ്റില്ല അച്ഛോ. അടുത്തുള്ള വീട്ടില് നൂലുകെട്ടാണോ അല്ലെങ്കിൽ വിശേഷം എന്തെങ്കിലും പറഞ്ഞ ആകെ ഇവള് വീട്ടിലൊരു വല്ലാത്തൊരു ഭീതി കൂട്ടും, ടെൻഷൻ പോലെ. പത്രം വായിക്കാൻ കൂടെ അവക്ക് ടെൻഷനാണ്. കുഞ്ഞുങ്ങളെ ഫോട്ടോയൊക്കെ കാണുമ്പോ മിണ്ടാതെ ഇരിക്കും. പിന്നെ കരയും ഭയങ്കര കരച്ചില്, വാ പൊട്ടി കരയ്ക്കും. റൂമെല്ലാം അടച്ച് ഇട്ടിട്ട് വാ പൊട്ടി അങ്ങ് കരയും. പിന്നെ ദേഷ്യം വല്ലാണ്ട് വരുമ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്ക് വെച്ചു. ഉറക്കം കുറവാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ടോ? നിർബന്ധിച്ച് കഴിക്കും. എന്റെ കണ്ണീര് കാണുന്നത് കൊണ്ട് അവള് കഴിക്കും, അല്ലെങ്കിൽ അവള് കഴിക്കില്ല. എപ്പോഴും കുഞ്ഞിന്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഡോക്ടർമാരെ കാണിച്ചായിരുന്നു എങ്ങനെ? ഇപ്പോൾ ഉറക്കമില്ലായ്മ കാണിച്ചു. അവർ മരുന്ന് തന്നായിരുന്നു? ഉറക്കമില്ലായ്മയ്ക്കോ ഇങ്ങനെ വയലന്റ് ആകുന്നു, കരയുന്നു, അതിന് വല്ല മരുന്ന് മരുന്ന് തന്നു ചെന്നിട്ടോ? അത് കഴിച്ചു? മരുന്ന് കഴിക്കാറുണ്ട്, രാവിലെയും രാത്രിയും കഴിക്കാറുണ്ട്. മരുന്ന് കഴിച്ചുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടോ? ഉറക്കം കിട്ടുകയും ചെയ്തോ? ഇല്ല, ഒന്നും കിട്ടില്ല. നിങ്ങൾ കഴിയോ? നിങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് നേരം പുറത്തിരിക്കാമോ? ഞാൻ പേഴ്സണലായിട്ടും സംസാരിച്ചോ കേട്ടോ. അല്ലെ, വളരെ കോൺഫിഡൻഷ്യൽ കാര്യം അതുകൊണ്ടേ തനിച്ച് സംസാരിക്കാൻ കുറച്ച് നേരം കേട്ടോ. ഞാൻ വിളിക്കാം നിങ്ങളെ കേട്ടോ. എൻ്റെ കുട്ടീനെ പഴയ മാതിരി കുട്ടിയായിട്ട് ഞങ്ങൾക്ക് തരണം. പേരെന്താ? മോളി. മോളി ഇപ്പം കൂടെ വന്ന അങ്കിൾ അല്ലേ? അങ്കിൾ പിന്നെ അമ്മ. അങ്കിളും അമ്മയും പറഞ്ഞു ബാംഗ്ലൂർ വെച്ച് എന്തോ സംഭവിച്ചെന്നൊക്കെ തുറന്നു പറഞ്ഞു. ഞാനിപ്പോൾ സൈക്കോളജിസ്റ്റാണ്, വൈദികനാണ്,
വളരെ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കാര്യങ്ങൾ കീപ്പ് ചെയ്യും. എന്താ ഉണ്ടെന്ന് തുറന്നെന്ന് പറഞ്ഞേ, എന്നോട് പറഞ്ഞു. അപ്പോൾ മനസ്സിൽ നിന്നിങ്ങോട്ട് പോട്ടെ. ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഫ്ലാറ്റില് നെയ്ബേഴ്സ് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. എപ്പോഴും അവിടെ പാർട്ടിയും ഫങ്ഷൻസ് ഒക്കെ നടക്കുമായിരുന്നു. അവരെപ്പോഴും വീട്ടിൽ വരികയും ചെയ്യായിരുന്നു. അപ്പോൾ അപ്പുറത്തൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ എപ്പോഴും ഞാൻ കോളേജിൽ പോകുമ്പോൾ റോഡിലൊക്കെ വന്ന് ബൈക്കൊക്കെ കൊണ്ടുവന്ന് ലിഫ്റ്റൊക്കെ തരികയും ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു കോളേജിൽ. പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സായി. കാരണം പിന്നെ എനിക്ക് വലിയ ഭാഷയൊന്നും അത്ര പിടുത്തമില്ലായിരുന്നു, ഇംഗ്ലീഷൊന്നും എനിക്ക് അത്ര സംസാരിക്കാൻ അറിയേയില്ലായിരുന്നു. അപ്പൊ ആകെ ഉള്ളൊരു കൂട്ട് ആ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല കൂട്ടായി ആ ചേട്ടനായിട്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. എന്നാ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ആ ചേട്ടൻ വന്നായിരുന്നു. അവനെ കല്യാണം കഴിക്കാമെന്ന് അങ്ങനെ പ്രോമിസ് കല്യാണം കഴിക്കാൻ എന്നെയും വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ അവിടെ ബാംഗ്ലൂരിലുള്ള പെൺകുട്ടികളെ ഒന്നും ഇഷ്ടമല്ല അവർക്ക്. അപ്പൊ നാട്ടിലുള്ള പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നേ. അപ്പൊ എന്നെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ അത് കഴിഞ്ഞപ്പോ പ്രഗ്നന്റാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ വേണ്ട, പ്രായം ചെറുതല്ലേ, പുള്ളിയും ചെറുതാണ് ഞാനും ചെറുതാണ്, അപ്പൊ പിന്നെ നല്ലൊരു ജോലി ആയി കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി ആയിട്ടൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ എനിക്ക് എന്ത് വന്നാലും 18 വയസ്സ് കഴിഞ്ഞല്ലോ. പിന്നെ എനിക്കും അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവര് എല്ലാരും കൂടിയിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോ എന്നെ ഭയങ്കരമായിട്ട് ബലം പിടിച്ച് എന്നെ കാറിൽ കയറ്റിയിട്ട്, ഈ ഫ്രണ്ട്സ് ഒക്കെ ഡോക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എന്താന്നൊന്നും എനിക്കറിയില്ല. ഇതെങ്ങനെ ഇവർക്ക് ഇത്ര എന്താ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നും ആരും മൈൻഡ് ചെയ്യണമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ വേറെ ആൾക്കാർ എന്താന്ന് ചോദിക്കുമ്പോ വയറുവേദനയാണെന്നൊക്കെ പറയും. എന്നിട്ട് പിടിച്ചു വലിച്ചാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്തു. എന്താ അറിയില്ല, ഡോക്ടേഴ്സ് ഒക്കെ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണോ എന്താ അറിയില്ല. കുട്ടി അപ്പൊ ഈ ചെയ്തത് കൂട്ടുകാരുടെ പ്രേരണ കൊണ്ടാണ് അല്ലേ? ഇപ്പൊ മോളിയുടെ ഫീലിംഗ് എന്താ? രണ്ട് കാര്യം. ഒന്ന്, ഇപ്പം ഇവൻ ഈ കൂട്ടുകാരൻ അവനെ വിശ്വസിച്ചു, നല്ല സുഹൃത്തായിരുന്നു, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിനേക്കാൾ കൂടുതലായിട്ട് അവൻ കല്യാണം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. അത് അവന് ലൈംഗിക ബന്ധത്തേക്ക് നയിച്ചു. അതുകൊണ്ട് അവൻ്റെ തീരുമാനം അല്ല ആശയം മാറ്റി. അവനുള്ള ഫീലിംഗ് എന്താ? ദേഷ്യമുണ്ടോ അവനോട്? അവൻ പിന്നെ കണ്ടിട്ടില്ല? ഇല്ല, പിന്നെ കണ്ടിട്ടില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലും പിന്നെ വരാറേ ഇല്ല. അവിടെ അച്ഛനോടും അമ്മനോടൊക്കെ ചോദിക്കുമ്പോ അവൻ നാട്ടിൽ പോയി എന്ന് പറയും. രണ്ടാമത് ഈ കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു ജീവനെ നശിപ്പിച്ചു. അത് വലിയ തെറ്റാണ്, പാപമാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസം വെച്ച് വലിയൊരു പാപമാണ്. അത് തെറ്റ് ചെയ്തു. അതിനെക്കുറിച്ചുള്ള എന്താ ഒരു കുറ്റബോധമുണ്ടോ? കുറ്റം എന്താ അറിയില്ല. ഇപ്പോ ആ കുഞ്ഞ് വന്നിട്ട് കരയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. എപ്പോഴും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കണു, ഉറങ്ങുമ്പോഴും ഒക്കെ. ഈ സംഭവം കഴിഞ്ഞിട്ട് എത്ര മാസമായി? 4 മാസമായി അല്ലേ? 4 മാസമായിട്ടും ഇങ്ങനെയുള്ള അന്ന് പിന്നെ ഡോക്ടറെ കണ്ടു, കുറച്ച് മരുന്ന് കഴിച്ചു. എന്നിട്ടും ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടോ? ഇങ്ങനെ ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. ഒന്ന് ഒരു പ്രധാനപ്പെട്ട ഇത് സാധാരണ ചെറിയ ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. അതായത് ഇപ്പം അബോർഷൻ മാത്രമല്ല, നമ്മളെ വേദനിപ്പിക്കുന്ന ഷോക്കുണ്ടാക്കുന്ന സംഭവങ്ങൾക്ക് ശേഷം അതിൻ്റെ ചില റിയാക്ഷൻസ് ഉണ്ടാകും. അത് സൈക്കോളജിയിൽ നഴ്സിംഗ് അല്ലേ? നഴ്സിംഗ് അല്ലേ? നഴ്സിംഗ് അപ്പോൾ പോസ്റ്റ് ട്രൗമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അതായത് നമുക്ക് ഷോക്കുണ്ടാക്കുന്ന, നമ്മൾ വേദനിപ്പിക്കുന്ന സംഭവം കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് റിയാക്ഷൻ ഉണ്ടാകും. ചില ആളുകൾക്ക് ഒരു അപകടം ഉണ്ടായി, അപകടത്തിന് ശേഷം പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, ട്രെയിൻ അപകടം ഉണ്ടായി, ട്രെയിൻ കാണുക, ആളുകൾ മരിച്ചു കിടക്കുന്നത് കാണുക, അങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ അബോർഷൻ ഉണ്ടായി, അതും വലിയൊരു വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിനെ ഒരുപാട് ഷെയ്ക്ക് ചെയ്ത സംഭവമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചില റിയാക്ഷൻസ് ഉണ്ടാകും. ഹലൂസിനേഷൻസ് ഒക്കെ പറയും. കൊച്ചു കരയുന്ന സ്വരം കേൾക്കുക, അല്ലെങ്കിൽ കൊച്ചിനെ കാണുക. ചിലപ്പോൾ കൊച്ചു കാണും, സ്വരങ്ങൾ കേൾക്കും. ചില കേസുകളിലൊക്കെ ഈ കൊച്ചിന് സ്വരം കേട്ടിട്ട് ആ കൊച്ചിനെ അന്വേഷിച്ച് അവിടെ ഇല്ല, അവിടെ ഒരു വീടിൻ്റെ മുറിയുടെ മൂലയിൽ കൊച്ചു കരയുന്നതായിട്ട് കേട്ടോ അങ്ങോട്ട് ഓടി ചെല്ലും. അല്ലെങ്കിൽ കൊച്ചിവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു, ഇങ്ങനെ നിൽക്കുകയൊക്കെ കണ്ടു.
ഇതൊക്കെ ആ രോഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സാധാരണഗതി അത് കുറേ നാളത്തേക്ക് ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഇതിപ്പോൾ 4-5 മാസമായിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഒന്ന് പിന്നെ ഞങ്ങൾ മരുന്ന് കൊടുക്കാറുണ്ട്, പിന്നെ സൈക്കോട്രിക് ആൻറ്റി മരുന്നുകൾ ഈ ഹലൂസിനേഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ച് കുറയേണ്ടതാണ്. ഇതുവരെ അല്പം പോലും കുറവുണ്ടായിട്ടില്ലേ, 3-4 മാസമായിട്ടും ഉണ്ടായിട്ടില്ല. അപ്പം വളരെയധികം വളരെ ശക്തമായിട്ട് തന്നെ ആ ഫീലിംഗ് കൂടെ കിടപ്പുണ്ട്. ഇത് ഒന്ന് ഇതിൻ്റെ ഓർമ്മകൾ, ഇതിപ്പം പിന്നെ മോളി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അല്ലേ, മോളിക്ക് ആഗ്രഹമില്ലായിരുന്നു, ആ കുട്ടി വളർത്തുകൊണ്ടുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് തെറ്റായിപ്പോയി എങ്കിൽ തന്നെയാണെങ്കിലും ഇപ്പോഴും ആ കുറ്റബോധം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. മോളി ഇതിനെക്കുറിച്ച് ക്രിസ്ത്യാനിയാണല്ലോ, ക്രൈസ്തവ വിശ്വാസം വെച്ചിട്ട് കുമ്പസാരമൊക്കെ ഉണ്ട് അല്ലേ. ഇത് ഒരു വൈദികനൊക്കെ പോയി കുമ്പസാരിച്ചായിരുന്നോ ബാംഗ്ലൂർ വെച്ച്? അതിനുശേഷം പള്ളിയിലൊന്നും പോയിട്ടില്ല. അതാ കുഴപ്പമുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ 4-5 മാസമായില്ലേ, അതിനുശേഷം പള്ളിയിൽ പോയില്ല എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? ഇത് ദൈവം ഇത് ക്ഷമിക്കുകയില്ല, ഞാൻ വലിയൊരു പാപം ചെയ്തു പോയി, മഹാപാപം ചെയ്തു പോയി, ദൈവം ഒരിക്കലും ഇത് എന്നോട് ക്ഷമിക്കുകയില്ല എന്നുള്ള നിരാശ വല്ലതും വന്നു. എന്തോ പുറത്തിറങ്ങാൻ തോന്നല്ല, ഭയങ്കര വിഷമം. ഇതെപ്പോഴും ആ കുറ്റബോധം ഇങ്ങനെ ആ ഹലൂസിനേഷൻസ്, കാഴ്ചകൾ കാണുന്നു, സ്വരങ്ങൾ കേൾക്കുന്നു, അതൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ആ കുറ്റബോധം മനസ്സിൽ കിടപ്പുണ്ട്. മരുന്ന് കഴിച്ചില്ല, മരുന്ന് ഉപയോഗിച്ചിട്ട് പോലും അത് പൂർണ്ണമായി മാറിയില്ല. അതിന് കാരണം ഇപ്പോഴും ആ കുറ്റബോധം കിടപ്പുണ്ട്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ കുറ്റബോധം സൈക്കോളജിസ്റ്റിന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മാറ്റാൻ സാധിക്കും. ഇപ്പം മോളി അറിഞ്ഞുകൊണ്ടല്ല ചെയ്ത് കൊണ്ട് വിഷമിക്കാനെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അതിനേക്കാൾ കൂടുതലായിട്ട് പോകണം. നമ്മൾ ക്രിസ്ത്യാനികളാണ്, ഞാൻ വൈദികനും കൂടിയാണ്. അപ്പോൾ ഞാൻ പറയും ഇത് ദൈവത്തിൻ്റെ ക്ഷമ, ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ക്ഷമ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്, വലിയ വലിയ പാപം ചെയ്ത ആളുകൾ പോലും ദൈവം ക്ഷമിച്ചിട്ടുണ്ടല്ലേ അല്ലേ. ഇപ്പോൾ ബൈബിളിൽ നോക്കിക്കേ, ഒരു വേശ്യ സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. വലിയ പാപം ചെയ്ത ആളാണ്. എല്ലാവരും കൂടെ അവളെ കൊല്ലാൻ ശ്രമിച്ചു, കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. ഈ യേശു പറഞ്ഞു അവളെ ക്ഷമിക്കുക, നീ സമാധാനത്തിൽ പോകാമെന്ന് പറഞ്ഞു. പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ മോളി അതാണ് ചെയ്യേണ്ടത്. ഇപ്പം ഡോക്ടറെ കണ്ടു, സൈക്കാട്രിസ്റ്റിനെ കണ്ട്, സൈക്കാട്രിസ്റ്റിന് മരുന്ന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഒരു വെറും സൈക്കോളജിസ്റ്റിനാണ് കൗൺസിലിംഗ് തരാം. ഇപ്പം ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, വൈദികനാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഇത് ഇനി ചെയ്യേണ്ട കാര്യം ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കുക, ദൈവത്തോട് മാപ്പ്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, സാഹചര്യം കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചിനെ വളർത്താൻ, പക്ഷേ ഒരുപാട് പ്രഷേഴ്സ് വന്ന പല ഭാഗത്തുനിന്നും ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി ഇങ്ങനെ അബോർഷൻ ചെയ്യിപ്പിച്ചു. എന്നാലും എനിക്ക് വിഷമമുണ്ട്, ദൈവനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നന്നായിട്ട് കുമ്പസാരിക്കുക. പേടിക്കൊന്നും വേണ്ട. എന്നാൽ കുമ്പസാരിക്കാൻ പേടിയായിരുന്നു. ഇത് കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ പറയണ്ടേ, അച്ഛനൊരു റിയാക്ഷൻ ഉണ്ടാവുമോ, അങ്ങനെ പേടി വല്ലതും ഉണ്ടായോ? അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, എന്തോ മാനസികമായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മാറി നിൽക്കരുത്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രോബ്ലമാണ്. നമ്മൾ തെറ്റ് ചെയ്തു, അത് പറയാൻ വിഷമമാണ്, അത് അംഗീകരിക്കാൻ വിഷമമാണ്. ഇത് തെറ്റാണ് സംഭവിച്ചു, പൂർണ്ണമായ സംഭവത്തോടെ അല്ല ചെയ്തത്, എങ്കിലും തെറ്റായിരുന്നു. അപ്പം അത് തുറന്ന് പറയണം. സൈക്കോളജിസ്റ്റിലൊക്കെ ഇപ്പോൾ സൈക്കാട്രിസ്റ്റോട് പറഞ്ഞു, സൈക്കാട്രിസ്റ്റ് മരുന്ന് തന്നു, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് പറയും. പക്ഷേ നമുക്ക് ആധ്യാത്മികമായ ഒരു മുറിവുണക്കൽ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഇന്ന് തന്നെ കഴിയുന്നതും വേഗം ഇടവപ്പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അച്ഛൻ്റെയൊക്കെ പോകാം, സ്വന്തം ഇടവയാകാം, ഉണ്ടായ കാര്യങ്ങൾ പറയാം. ആ കുമ്പസാരത്തെല്ലാം വൈദികർ തീർച്ചയായും ഒരു പാവങ്ങൾ കേൾക്കുന്ന ആളുകളാണ്. അവർ വളരെ ശാന്തമായിട്ട് സമാധാനത്തിൽ കേൾക്കും, എന്നിട്ട് അവർ പാപമോചനം നൽകും. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ആ മുറിവ്, ആ പാപത്തിൻ്റെ ചിന്ത മനസ്സിൽ നിന്ന് മാറും. അതും കൂടെ ആകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുറയും. നമ്മളിപ്പോൾ മരുന്ന് കൊണ്ട് മാത്രം മാറാത്തതിന് കാരണം അവർ തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റ്, സൈക്കോട്ടിക് ഇങ്ങനെയുള്ള സ്വരങ്ങൾ കേൾക്കുന്നതും കാഴ്ചകൾ കാണുന്നതൊക്കെ മാറ്റാണ് മരുന്ന് തന്നിട്ടുണ്ട്. ആ മരുന്ന് ഇഫക്റ്റീവ് ആകാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ മനസ്സിലെ ആവരണം കൊണ്ട് മാറിയിട്ടില്ല. ആ മനസ്സിലെ പുറം മാറണമെങ്കിൽ ഈ കുമ്പസാരയൊക്കെ ആവശ്യമാണ്. അതൊന്ന് ട്രൈ ചെയ്യണം. രണ്ടാമത്, ഇനി കുറേ 3-4 മാസമായി കുറേശ്ശെ ഒരു കാര്യങ്ങൾ ചെയ്ത് തുടങ്ങണം. നമുക്കൊരു വിഷമമുണ്ടായ കാര്യം, നമുക്കത് വിഷമമുണ്ടായി, അത് ഉടനെ അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റിയല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഷോക്കുണ്ടായി, നമ്മൾ വേദനിപ്പിച്ച സംഭവം ഉണ്ടായി,
ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് മാറിയില്ല. ക്രമേണ ട്രൈ ചെയ്യണം. ഒരു പ്രിയപ്പെട്ട വ്യക്തി മരിച്ചുപോയി, പിറ്റേ ദിവസം മുതൽ നമ്മൾ ഉടനെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയല്ലേ, ഇപ്പോൾ സമയമെടുക്കും, പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നമുക്ക് പരാജയം ഉണ്ടായി, ഉടനെ പിറ്റേ ദിവസം മുതൽ അങ്ങോട്ട് നോർമലായിട്ട് വരികയില്ല. അപ്പം അല്പം സമയം എല്ലാവർക്കും വേണ്ടി വരും. പക്ഷെ മോളിയുടെ കാര്യത്തിൽ ഇപ്പോഴും അല്പം നീണ്ടുപോയി, 3-5 മാസമായി. ഇനി ക്രമേണ ഈ വെറുതെ തനിച്ചങ്ങനെ ഇരുന്ന് കരയാറെ കുറച്ച് പുറത്തേ ആളുകൾക്കൊന്നും അറിയാൻ പാടില്ലല്ലോ, ഇല്ലേ? നിങ്ങൾ ഇപ്പം അങ്കിള് പറഞ്ഞു, പിന്നെ അമ്മ പറഞ്ഞു, നാട്ടുകാർക്കൊന്നും അറിയാൻ പാടില്ല. പിന്നെ ബാംഗ്ലൂർ ഇങ്ങോട്ട് പോവുകയും ചെയ്തു. അവർ അങ്ങോട്ട് പോകുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും പബ്ലിക്കായിട്ട് കാര്യമൊന്നുമല്ല. അങ്ങനെ പേടിക്കണ്ട, ഇത് എല്ലാവർക്കും അറിയാം, ആളുകൾ നോക്കുന്നുണ്ട്, ഇതുവല്ല അറിഞ്ഞോ, അങ്ങനെ പേടിക്കേണ്ട കാര്യം. ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു കുറ്റബോധം വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് അറിയാവോ, എന്നെ നോക്കുന്നുണ്ടോ, എന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില ഹലൂസിനേഷൻസ് ഒക്കെ ഉണ്ടാവും കുറ്റബോധം കൊണ്ട്. എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്. ഭാഗ്യത്തിന് അത് ചില ആൾക്ക് കുറ്റബോധം ഉണ്ടായി കഴിയുമ്പോഴേ ഇങ്ങനെ ആളുകളെ നോക്കി ചിരിക്കുന്നുണ്ടോ, അതിനെ കളിയാക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നലുണ്ടാവുകയെ. എന്നെ മോശക്കാരിയായി കാണോ, എന്താ അവള് പഠിത്തം നിർത്തി വന്നേന്നൊക്കെ ചോദിക്കും. അത് ചോദിക്കാൻ സാധിച്ചുണ്ട്. അപ്പം ഇങ്ങനെ ഇതില്ല, ഇങ്ങനെ അവർ അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. സ്ഥിതി ചോദിച്ചേക്കും എന്ത് പറ്റി എന്താ പടം നിർത്തി പോകുന്നത്. അവിടെ നമുക്ക് ഇതൊന്നും പറയുന്ന കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ന്യായമായ കാര്യം പറയാം. പിന്നെ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വന്നതാണ്, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ പോകുന്നുള്ളൂ, കുറേ മാസം കഴിഞ്ഞ ശേഷം ഞാൻ പോകുന്നുള്ളൂ, എന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി. ഇതൊന്നും പറയുന്ന കാര്യമില്ല. ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ബാംഗ്ലൂർ പഠിക്കാൻ പോയ ആളാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ആളുകൾ ഒക്കെ ചോദിച്ചിട്ട് വരും. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും കാര്യം പറഞ്ഞേക്കണം. അതിനെക്കുറിച്ച് അത് പേടിച്ചിട്ട് പുറത്തു പോയിരിക്കരുത്. പിന്നെ കുറച്ച് പുറത്ത് പോയി തുടങ്ങുക, പിന്നെ കുറേശ്ശെ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങണം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ചില സിംറ്റംസ് ഉണ്ടാകും. ഇതൊക്കെ നോർമലാണ്, സിംറ്റംസാണ്. ഉറക്കമില്ലായ്മ, വിഷമില്ലായ്മ, തനിച്ചിരിക്കാനുള്ള പ്രവണത, കരയുക. ഭാഗ്യത്തിന് വേറെ സീരിയസ് ആയ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഇതിനേക്കാൾ സീരിയസ് ആയ സിംറ്റംസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, വലിയ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇത് നമുക്കിനി മാറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, കഴിയുമ്പോൾ കുമ്പസാരിക്കണം. ദൈവം പൂർണ്ണമായിട്ട് ഇത് ക്ഷമിച്ചു, എനിക്ക് മാപ്പ് നൽകി അത് ബോധ്യമുണ്ടാകണം. പിന്നെ ശാന്തമായിട്ട് പിന്നെ അവനോട് തന്നെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അവൻ ചതിച്ചു, അവനോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരിക്കും. അവൻ്റെ സാഹചര്യം ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയി കാണുമായിരിക്കും. സംഭവിക്കാൻ പാടാത്ത സംഭവിച്ചു പോയി. അവനോട് ക്ഷമിക്കുക, അവനോട് പ്രാർത്ഥിക്കുക. മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയേ. കുറേശ്ശെ ഇപ്പോൾ നാളെ തന്നെ കുമ്പസാരിക്കാനൊക്കെ പോകണം കേട്ടോ. കുറേശ്ശെ ചിലർ ഭക്ഷണം കഴിച്ച് തുടങ്ങണം കേട്ടോ. ഉറക്കത്തിന് ക്രമേണ കിട്ടിക്കോളും കേട്ടോ. മനസ്സിപ്പോഴും തനിച്ചിരുന്ന് ചിന്തിക്കാൻ പോകരുത് കേട്ടോ. ഞാൻ അവരെ വിളിക്കട്ടെ. ചേച്ചി വരൂ. ഇരിക്കുക. അപ്പം ഞാൻ മോളിയോട് സംസാരിച്ചു. ഒരു കാര്യം മോളിയെല്ലാം തുറന്നു പറഞ്ഞ ആളാണ്. എന്നോട് ഒന്നും ഒളിച്ചു വെച്ചില്ല, എല്ലാം ആത്മാർത്ഥമായി തുറന്നു പറഞ്ഞു. മരുന്ന് ഇപ്പോഴും മരുന്നുണ്ടല്ലോ അല്ലേ? ആ മരുന്ന് പിന്നെ ഡോക്ടറൊന്നും കണ്ടില്ല അല്ലേ? ആ മരുന്ന് അക്കാലത്തെ കഴിച്ചു. നമുക്കിങ്ങനെയുള്ള ഈ ഉറക്കമില്ലായ്മയും വിശപ്പില്ലായ്മയും പിന്നെ ഈ കാഴ്ചകൾ കാണുന്നതൊക്കെ കുറയ്ക്കാനുള്ള മരുന്നുകളായിരിക്കും തന്നിരിക്കുന്നത്. മരുന്ന് പേരെനിക്കറിയാൻ പാടില്ല, കാരണം ആൻറ്റിസൈക്കോട്ടിക് മരുന്നുകളായിരിക്കും തന്നിരിക്കുന്നത്. ഡിപ്രഷൻ ആൻറ്റി ഡിപ്രഷൻസും കാണുമായിരിക്കും. അതങ്ങോട്ട് കണ്ടിന്യൂ ഡോക്ടറെ ഒന്നുകൂടെ കണ്ടവർ ചെയ്യുമ്പോൾ. പിന്നെ ഒന്നുകൂടി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഒന്ന് പള്ളിയിൽ പോയി നിങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോവുക. അവിടെ നാട്ടിൽ കുമ്പസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. അതുപോലെ കുരാശപരമായിട്ട് ഒന്ന് കുമ്പസാരിക്കട്ടെ. ശാന്തമായി കുറേശ്ശെ ഓരോ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്തു പോവുക, നല്ലോണം പള്ളിയിൽ പോയിരുന്നതും എല്ലാ പരിപാടിയും വിജയകരമായിട്ടൊക്കെ പഠിച്ചിരുന്ന കുട്ടിയാണ്. അതൊരു വലിയ വിഷമമായി പോയി. ഇപ്പം ഞാൻ നല്ലൊരു പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ആളായിരുന്നല്ലോ, നല്ല ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചെന്നുള്ള ഒരു വിഷമം, നാണക്കേട്, കുറ്റബോധം എല്ലാം കൂടെ കൂടി ചേർന്നതാണ്. അത് വേണ്ട, നമുക്ക് എല്ലാവരും ജീവിതത്തിൽ പരാജയം ഉണ്ടാവില്ലോ. നാളെ നിങ്ങൾ ഒരുമിച്ച് പള്ളി പോട്ടോ. ഇവക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഇവിടത്തെ ഇതിൽ പോട്ടെ. പഠിത്തം നമുക്ക് ഉടനെ അധികം താമസിയായി. ഇപ്പോൾ ഈ വർഷം പോയി അടുത്ത വർഷം ആയിക്കോട്ടെ. ഉടനെ പറ്റിയ അല്പം സമയം എടുക്കുകയും നമ്മളിപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായി അല്പം സമയം എടുക്കും. അതിന് പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലോ, കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടല്ലേ? ഇപ്പൊ വേണ്ട, ഇപ്പോൾ ഉടനെ വേണ്ട, അത് വേണ്ട. ഉടനെ നിർബന്ധിക്കേണ്ട. ഒരു നോർമൽ അല്പം കൂടെ ഒരു നോർമലിലേക്ക് വരട്ടെ, അപ്പം പോവാം. ഉടനെ നിർബന്ധിക്കാൻ പോകണ്ട കേട്ടോ. ശരി കേട്ടോ.
കാര്യങ്ങളൊക്കെ സന്തോഷമായില്ലേ? അച്ഛനെ കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സ് ശാന്തതയായി. എന്റെ മുഖത്ത് നോക്കിയാ അറിയാം, മോളെ മുഖത്ത് നോക്കിയാ അറിയാം അതിൻ്റെ അത്. ചിരിയൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളും പ്രാർത്ഥിക്കാം. ഇനിയൊന്നും പേടിക്കണ്ട, ഇനിയൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവവിശ്വാസത്തോടു കൂടി ഇരിക്കുക. ഫ്രണ്ട്സിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ നോക്കിയും കണ്ടൊക്കെ സെലക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. പോയിട്ട് വരും. ഒന്നും അധികം പറയാൻ പറ്റാത്ത ഒരു വിഷയമാണ്. ഒന്നും നമുക്ക് അങ്ങനെ ഒരു എന്റെ രമ്യ കൊച്ച ആ ഫാമിലിയുടെ സന്തോഷം കാണുമ്പേ നമുക്ക് തന്നെ എന്ത് സന്തോഷം. വന്നത് എങ്ങനെയാ, പോണത് എങ്ങനെയാ. അതെ, അച്ഛനൊരു മാന്ത്രികൻ എന്തുവാ അല്ലേ? അല്ല, അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ്. സത്യം. ഇവിടെ വന്ന് കരഞ്ഞു പിഴിഞ്ഞു അല്ലാണ്ട് ചിരിച്ചു കളിച്ചു പോണു. അച്ഛനോട് പറഞ്ഞോ വീട്ടിലെ വിശേഷം? പറഞ്ഞു വീട്ടിലെ വിശേഷം അച്ഛോ, ഞാൻ വീട്ടില് ചെറിയ വിശേഷത്തിനും മിഠായി കൊടുത്തവർക്ക് മൂന്നാമതൊരു അംഗം കൂടെ വീട്ടിൽ വന്ന കാര്യം ഞാൻ ഇവരോട് വന്നു കാലത്ത് പറഞ്ഞു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഈ പുള്ളി അതിനെ എതിർത്തു. തമാശ പറഞ്ഞത്. ശരി അപ്പൊ നമുക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇനി അധികം ഞങ്ങൾക്കൊക്കെ ഇതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അച്ഛൻ ഇതിനെ പറ്റി അതെ, ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. നമ്മൾ പറയുന്ന ഓരോ വാക്കും വളരെ സൂക്ഷിച്ച് വളർന്നു പറയണം. അതെ, കോൺട്രവേഴ്സി ഉണ്ടാകുന്നതാണ്. അവരുടെ പ്രശ്നങ്ങൾ ഏകദേശം തീർന്നു പോണു. അപ്പൊ ഇനി അവർ സന്തോഷമായിട്ട് തന്നെ പോയിരിക്കണം. അപ്പൊ വീണ്ടും അടുത്ത വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. ശരി അച്ഛാ, ഓക്കെ. റിയാലിറ്റി കം ഫാമിലി കൗൺസിലിംഗ് ഷോ മനസ്സ് ഒരു മലർവാടി. അനുദിന ജീവിതത്തിൽ നിന്നും അടർത്തിയെടുക്കുന്ന നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ, പച്ചയായ ജീവിത പ്രശ്നങ്ങളുടെ വിശകലനങ്ങൾ. പൈസ കയ്യിൽ വന്നിട്ട് അതങ്ങോട്ട് പുറത്തേക്ക് കളയാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഫാദർ ജോർജ് മണലേൽ VC മറുപടി നൽകുന്നു. അവ പറയും, ഞാൻ രാവിലെ പരീക്ഷ എഴുതാൻ പോയപ്പോൾ കറുത്ത പൂച്ച കണ്ടു. ആ പരീക്ഷയിൽ തോറ്റതിന് കാരണം എന്താ? ചിരിയും ചിന്തയും ഒരുമിക്കുന്ന ഒരു പരമ്പര. എറണാകുളത്തിന്റെ ഹൃദയഭാഗത്തായിട്ട് എയർപോർട്ടില്ലേ, ആ എയർപോർട്ടിന്റെ അവിടെ 5000 സ്ക്വയർ ഫീറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ആത്മീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ മഹത് വ്യക്തികൾ അതിഥികളായി എത്തുന്നു. അതെ, നമ്മുടെ സ്വന്തം ഗുഡ്നസ് ചാനലിൽ കാണുക എല്ലാ ഞായറാഴ്ചയും രാത്രി 7:30. മനസ്സ് ഒരു മലർവാടി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ത്, എന്തിന്? ആരെയാണ് ഈ മതബോധന ഗ്രന്ഥം ലക്ഷ്യമാക്കി? തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന തിരുസത്യങ്ങൾ. കത്തോലിക്കർ ഇന്ന് ലോകത്തിൽ എന്താണ് വിശ്വസിക്കുന്നത്? ഈ വിശ്വാസം വസ്തുനിഷ്ഠമായി, ആധികാരികമായി, ലളിതമായി. വിശ്വാസം എന്ന് പറയുന്നതും ഒരു അന്വേഷണത്തിന്റെ അന്ത്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു പദവിയാണ്. വിഖ്യാത ബൈബിൾ പണ്ഡിതനും ദൈവശാസ്ത്ര അധ്യാപകനും വാഗ്മിയുമായ റവറൻ ഡോക്ടർ ജോസഫ് തൊണ്ടിപ്പറമ്പിൽ അവതരിപ്പിക്കുന്നു വിശ്വാസ വെളിച്ചം. ദൈവം മനുഷ്യന് ദാനമായി തന്നിരിക്കുന്ന ബുദ്ധിയും ശക്തിയും ഒക്കെ ഉപയോഗിച്ച് അവൻ ദൈവത്തെ കണ്ടെത്തുന്ന ഒരു തലം. ഇത് അകത്തോലിക്കർക്കും അക്രൈസ്തവർക്കും ഒരുപക്ഷെ മതമില്ലാത്തവർക്ക് പോലും ഉപകാരപ്രദമാകും. വിശ്വാസ വെളിച്ചം, ക്രിസ്തു വഴിയിൽ മുന്നേറാൻ ഒരു മാർഗദീപിക. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6:30 ഞായറാഴ്ച രാവിലെ 10:30 നമ്മുടെ സ്വന്തം ഗുഡ്നസ് ടിവിയിൽ. മനസ്സൊരു മലർവാടിയുടെ ഇന്നത്തെ ഈ എപ്പിസോഡില് ഇനി നമ്മൾക്ക് ഇവിടെ എത്താൻ പോകുന്നത് ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മതി. ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെ കൂടുതൽ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞു തരാൻ ഒരു ഡോക്ടർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. ഓരോ കാര്യങ്ങൾ പറയുമ്പം അത് പറയേണ്ട ആൾക്കാർ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയുമ്പോൾ കാര്യം വളരെ ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് പറയുന്നത് വളരെ വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു മാറ്ററിൽ ബാക്കി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാലും ഈ ഒരു സബ്ജക്ട് ഇതായതുകൊണ്ട് അതൊരു ഡോക്ടർ തന്നെ ആയാലേ അതിന് ശരിക്കും ഒരു കംപ്ലീഷൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇനി എത്താൻ പോകുന്ന ആ ഒരു അതിഥി എന്ന് പറയുന്നത് ജീസസ് യൂത്ത് പ്രോ ലൈഫ് മിനിസ്ട്രിയുടെ കേരള കോർഡിനേറ്റർ ആണ്. അദ്ദേഹം കുഴിക്കാട്ടുശ്ശേരി മറിയം തെരേസ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും കൂടിയായ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസിനെ വേദിയിലേക്ക്.
സുഖം? സാർ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഈ ഹോസ്പിറ്റലിൽ എത്ര വർഷമായിട്ട് സാർ വർക്ക് ചെയ്യുന്നു? 10ാമത്തെ വർഷം. സാറിന്റെ എക്സ്പീരിയൻസ് പഠിച്ചിറങ്ങിയ പാടെ ഏത് ഹോസ്പിറ്റലായിരുന്നു? തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് MBBS പഠിച്ചത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഗൈനക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അതിനുശേഷം കുഴിക്കാട്ടുശ്ശേരി ആശുപത്രിയിൽ ജോയിൻ ചെയ്തു. 2009 അവിടെ ജോയിൻ ചെയ്തു. 2019 അപ്പൊ ഈ വിഷയത്തിൽ ഡോക്ടർക്ക് പറയാൻ പറ്റുന്ന അത്രയും വേറെ ആർക്കും പറയാൻ പറ്റുന്ന തോന്നുന്നു. അതെ, ഞങ്ങള് നമ്മുടെ ഈ പ്രോഗ്രാമില് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ മനുഷ്യരുടെ ഇടയിലും കാണുന്ന ഇഷ്യൂസിന്റെ അതിനൊരു സൊല്യൂഷൻ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതിനെക്കുറിച്ചാണ് സൈക്കോളജിക്കൽ ആയിട്ടാണെങ്കിലും സാറിനെ പോലത്തെ ആൾക്കാർ വന്നിട്ട് എന്താണോ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക നമ്മുടെ സമൂഹത്തിന്, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഗ്രാമിൽ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അബോർഷനെ കുറിച്ചാണ്. ഡോക്ടർ എന്ന ഗൈനക്കോളജിസ്റ്റും കൂടെ ആയതുകൊണ്ട് സാറിന്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയാ ഇതേപോലത്തെ കേസുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടോ? സാർ പേഴ്സണലി ഇപ്പൊ സാറിനെ മീറ്റ് ചെയ്യുന്ന പേഷ്യന്റിനെ അബോർട്ട് ചെയ്യാനായിട്ട് സിറ്റുവേഷനിലാണ് എപ്പോഴും, എത്രയാന്ന് പറഞ്ഞാലും അങ്ങനെയായിരുന്നാലും ഡോക്ടറിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എങ്ങനെയായിരിക്കും? അവരോട് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ രണ്ട് ഭാഗവും ഞാൻ പറയാം. എന്നെ കാണാൻ വരുന്നതിൽ അബോർഷൻ അല്ലെങ്കിൽ ഭ്രൂണഹത്യ, ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആവശ്യപ്പെടുന്നത് ആരാണ്? അത് ഞാൻ ആദ്യം പറയാം. ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു നഗരപ്രദേശമല്ല, കുറച്ചുകൂടി പെരിഫറൽ ഒരു ഹോസ്പിറ്റലാണ്. നമ്മളെ കാണാനായിട്ട് വരുന്ന അബോർഷൻ ആവശ്യപ്പെടുന്നതിൽ അധികം പേരും ഒരു അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി, പ്രതീക്ഷിക്കാത്ത സമയത്ത് കുടുംബങ്ങൾ, അതെ അതെ അതെ, കുടുംബത്തിൽ നിന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി. മൂത്ത കുഞ്ഞിന് അൺപ്ലാൻഡ് പ്രഗ്നൻസി, മൂത്ത കുഞ്ഞിന് 6 മാസമായുള്ളൂ, 9 മാസമായുള്ളൂ, 1 വയസ്സേ ആയുള്ളൂ, ഇപ്പോഴൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്തില്ല, ജോലിയുടെ ടെൻഷൻസ് ഉണ്ട്, ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനത്തെയൊക്കെ കാരണങ്ങൾ കൊണ്ട് തൽക്കാലം ഒരു പ്രഗ്നൻസി വേണ്ട, ഡോക്ടറെ തുടക്കമല്ലേ ആയുള്ളൂ, അലസിപ്പിക്കാനായിട്ടുള്ള ഗുളിക തരുമോ അതോ അതിനുള്ള പ്രൊസീജിയേഴ്സ് അബോർഷൻ ചെയ്തു തരുമോ എന്ന് ചോദിച്ച് എന്നെ കാണാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. മറ്റൊരു കൂട്ടര് പ്രഗ്നൻസി ടൈമില് 4-ാം മാസം അല്ലെങ്കിൽ 3-ാം മാസം അല്ലെങ്കിൽ 5-ാം മാസം സ്കാൻ ചെയ്തു, കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് സംശയം, എന്തിനാ റിസ്ക് എടുക്കണേ, ഇനി കുഞ്ഞ് പുറത്തു വരുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ഭാരമുള്ള കുഞ്ഞിനെ കൊണ്ട് നടക്കണ്ടേ എന്നുള്ള ആകുലതകളുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇതാണ് എന്നെ കാണാനായിട്ട് വരുന്നവരില് അബോർഷൻ ആവശ്യപ്പെടുന്നവര്. പിന്നെ അപൂർവം ചിലര് ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നു, 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്തൊരു പ്രഗ്നൻസി എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ഒരു പ്രഗ്നൻസി, അഗൈൻ ദാറ്റ് ഹാപ്പൻസ് ടു ബി ഇൻ ആൻ അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി ഗ്രൂപ്പ്. അങ്ങനെ വരുന്നവരുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരുടെ അടുത്ത് പറയാറുള്ളത് ഇത്രയേ ഉള്ളൂ. അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി എന്നുള്ള ഒരു കാര്യത്തെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഐ വിൽ ടെൽ ദം, പ്രഗ്നൻസി എന്നുള്ളത് ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. നമുക്കൊരിക്കലും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ബിക്കോസ് ഐ ട്രീറ്റ് ഇൻഫെർട്ടൈൽ, കുഞ്ഞുങ്ങള് ജനിക്കാൻ തടസ്സം നേരിടുന്ന ധാരാളം ദമ്പതികൾ എന്നെ കാണാൻ വരാറുണ്ട്. അവരുടെ അടുത്തും കൂടി ഞാൻ ധാരാളം അങ്ങനത്തെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയും, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ദൈവം തീരുമാനിക്കുന്ന സമയത്തേ കുഞ്ഞുങ്ങൾ ജനിക്കുള്ളൂ. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ തമ്മിൽ എത്ര ഗ്യാപ്പ് വേണം, നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കും 3 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് 1.5 വയസ്സ്. ഈ ഗ്യാപ്പ് നമ്മൾ തീരുമാനിക്കുന്നതിനേക്കാൾ കൃത്യത ദൈവത്തിനാണ്. നമ്മുടെ കുടുംബത്തിൽ അടുത്ത കുഞ്ഞ് എപ്പോൾ വേണമെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ദൈവത്തിന് അറിയാം. ഇപ്പൊ ചിലർ വന്ന് പറയും, ഡോക്ടറെ ഞങ്ങൾ ഇപ്പോഴും ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ അവരോടേക്ക് പറയാം, അപ്പൊ ആരുടെ പ്ലാനാ? ദൈവത്തിന്റെ പ്ലാനാ. നമ്മുടെ പ്ലാനിങ് എല്ലായ്പ്പോഴും വിജയിക്കണം എന്നില്ല, പക്ഷെ നമ്മുടെ പ്ലാനിനേക്കാൾ നല്ലത് ദൈവത്തിന്റെ പ്ലാനാ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ഞാൻ അതാണ് അങ്ങനെ വരുന്ന അപ്രോച്ച് ചെയ്യുന്ന കപ്പിൾസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പത്തെ നമ്മുടെ നിയമം എങ്ങനെയാ? ഇങ്ങനെ വരുന്ന കപ്പിൾസിന് നമുക്ക് അബോർഷൻ ചെയ്യാം എന്നുള്ളതാണോ നമ്മുടെ നിയമത്തെ? നമ്മുടെ നിയമം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആണ് ഇതിൽ വരുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ട് 311 മുതലുള്ള വകുപ്പുകളെ ഓവർകം ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് അബോർഷൻ ചെയ്യാനായിട്ട് പെർമിഷൻ ഇല്ല. അബോർഷൻ ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടറെ പ്രോസിക്യൂട്ട് ചെയ്യാം, നമ്മുടെ രജിസ്ട്രേഷൻ പോലും നഷ്ടപ്പെടാം, അബോർഷൻ ചെയ്യുന്ന കപ്പിൾസിനെ ജയിലിലിടാൻ പറ്റും. പക്ഷെ 1971 ഈ പറഞ്ഞ നിയമം പാർലമെന്റ് പാസ്സാക്കി, MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. അപ്പൊ ഈ IPC 311 വകുപ്പുകൾ അത് ഓവർകം ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന കാരണങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കളയാം, ഇതാണ് അതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ആൻഡ് ദ ഫോർമോസ്റ്റ് ഈസ് മദേഴ്സ് ഹെൽത്ത്. അമ്മയുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫോർ സോഷ്യൽ റീസൺസ്, സാമൂഹികമായ ലൈക്ക് റേപ്പ് ഓർ ഇൻസെസ്റ്റ്, ബന്ധുക്കളിൽ നിന്നുള്ള പ്രഗ്നൻസി, അങ്ങനത്തെ കേസുകളിൽ അബോർഷൻ ചെയ്യാം. മൂന്നാമത്തത് കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ, ഗർഭനിരോധന മാർഗങ്ങളുടെ പരാജയം ഉണ്ടായാൽ അബോർഷൻ ചെയ്യാം. ഇങ്ങനെയാണ് അതിന്റെ ഒരു മേജർ ഹെഡിങ്സ് കിടക്കുന്നത്. ഇതിൽ തന്നെ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ എന്നുള്ള പ്രൊവിഷൻ വെച്ചിട്ടാണ് പലപ്പോഴും അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി ആൾക്കാരൊക്കെ നമ്മളുടെ അടുത്ത് വന്നിട്ട് ആവശ്യപ്പെടുക.
അതുപോലെ തന്നെ കുഞ്ഞിന്റെ വൈകല്യങ്ങളും അബോഷൻ ചെയ്യാനായിട്ട് ഒരു റീസൺ. പക്ഷെ ഇതിൽ പറയുന്ന ക്രൈറ്റീരിയ 20 ആഴ്ചയ്ക്ക് ശേഷം അബോഷൻ ചെയ്യാൻ പാടില്ല. 12 ആഴ്ച വരെ ഒരു ഡോക്ടറുടെ തീരുമാനപ്രകാരം ചെയ്യാൻ പറ്റും. 12 മുതൽ 20 ആഴ്ച വരെ 2 ഡോക്ടർമാരുടെ തീരുമാനപ്രകാരവും 20 ആഴ്ചയ്ക്ക് ശേഷം കോടതി വിധിയാൽ മാത്രവും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നിയമം. അപ്പൊ 20 ആഴ്ച അഥവാ 4.5 മാസം, 4.5 മാസത്തിന് ശേഷം അബോഷൻ ചെയ്യാനായിട്ട് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ റിസ്ക്, അമ്മയ്ക്കുള്ള റിസ്ക്കും, കുഞ്ഞ് പലപ്പോഴും 5 മാസത്തിന് ശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജീവനോടുകൂടെ പിറന്ന് വീണ് കരയുന്ന അവസ്ഥ, അങ്ങനത്തെയൊക്കെ അന്നേരത്തേക്ക് ഏകദേശം എല്ലാ രീതിയിലും അത് രൂപപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോ ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ നമുക്ക് ആ കുഞ്ഞിനെ കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം വരും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞിന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങൾ പറയാറുണ്ട്, ഹാർട്ട് ബീറ്റ് ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച്, ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇൻഡ്യൂസ്ഡ് അബോഷൻ ആൻഡ് സ്പോണ്ടേനിയസ് അബോഷൻ. ജീവനുള്ള കുഞ്ഞിനെ നമ്മളായിട്ട് കളയുന്നതിന് ഇൻഡ്യൂസ്ഡ് അബോഷൻ എന്നും, അകത്ത് വെച്ച് ഡെഡായി ബേബി മരിച്ചിരിക്കുകയാണ് ആ കുഞ്ഞിനെ കളയുന്നതിന് സ്പോണ്ടേനിയസ് അബോഷൻ നമ്മൾ എയ്ഡ് ചെയ്യുന്നു എന്നുള്ളൂ. അത് പ്രസവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് അബോഷൻ. നമ്മൾ അതിനെ എക്സ്പെൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഡ്യൂസ്ഡ് അബോഷനാണ് ഈ നിയമങ്ങളൊക്കെ വരുന്നത്. ജീവനുള്ള കുഞ്ഞിനെ കളയാനായിട്ടാണ് നിയമത്തിന്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമ്മൾ ഒരു കപ്പിൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുള്ള ആദ്യത്തെ കാര്യം അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ഞാൻ അവരുടെ അടുത്ത് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, ലൈക്ക് അത് ദൈവത്തിന്റെ സമയമാണ്. ഈ രണ്ടാമത്തെ കാര്യം, അകത്ത് വെച്ച് തന്നെ അതൊരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ് ആണ്, അതൊരു പൂർണ്ണ മനുഷ്യ ജീവനാണ്. 5 മാസം കഴിഞ്ഞാലേ ഒരുപക്ഷെ കുഞ്ഞിന് ഗർഭപാത്രത്തിന് പുറത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഈവൻ ഇൻസൈഡ്, ഇന്നലെ ഞാനൊരു പെൺകുട്ടി, ബ്ലീഡിംഗ് ആയിട്ട് വന്ന ഒരു പെൺകുട്ടിയെ സ്കാൻ ചെയ്തപ്പോൾ 10 ആഴ്ച പ്രഗ്നൻസി ആയിട്ടുള്ളൂ. ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് കാണാം കുഞ്ഞകത്ത് ചാടുന്നത്. സോ ഐ ജസ്റ്റ് പുട്ട് എ ക്ലിപ്പ്, നമുക്ക് സ്കാനിൽ ചെറിയൊരു ക്ലിപ്പ് എടുത്ത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ആൻഡ് ഷി വാസ് സോ ത്രിൽഡ്. അകത്തുള്ള കുഞ്ഞിന്റെ അനക്കം കണ്ടു കഴിഞ്ഞപ്പോൾ 10 ആഴ്ചയായിട്ടുള്ളൂ. 2 മാസം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആ സമയത്ത് കുഞ്ഞ് അകത്ത് ചാടുന്ന ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ ആണ്, അത് സെക്കൻഡോ തേർഡോ പ്രഗ്നൻസി ആയിരിക്കും, കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അകത്ത് വളരുന്ന കുഞ്ഞ് ജീവനുണ്ട്. ആ പെൺകുഞ്ഞിന്, ആ സ്ത്രീക്ക് ആ കുഞ്ഞിനെ വേണമായിരുന്നു. അവര് ബ്ലീഡിംഗ് ആയിട്ട് ടെൻഷനായിട്ടാണ് വന്നത്. എങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ്, അകത്തുള്ള കുഞ്ഞ് ഒരു ജീവനാണ്. ആ മനുഷ്യ ജീവനെ കണ്ടു കഴിയുമ്പോൾ ആ നിമിഷം മനസ്സ് മാറുന്ന അനുഭവങ്ങൾ അത് പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ OP-യിൽ സ്പെസിമെൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 8 ആഴ്ച, 12 ആഴ്ച, 16 ആഴ്ച, 20 ആഴ്ചയിലൊക്കെ ഉള്ള സ്പെസിമെൻസ് ഞാൻ OP-യിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്പെസിമെൻ ഇൻ ദ സെൻസ് തന്നെ അലസി പോകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഫോർമലിൻ എന്നുള്ള ദ്രാവകത്തിൽ ഇട്ട് വെക്കും. പിന്നെ അത് കേടാവില്ല. അപ്പൊ ആ ഫോർമലിനുള്ള കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. ഈ 2 മാസമുള്ള കുഞ്ഞ്, നിങ്ങളുടെ കുഞ്ഞിന് ഇത്ര വലുപ്പം, ആ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേ നാച്ചുറലി ദേ ഫാൾ ഇൻ ലവ്. അവരാ കുഞ്ഞിനോട് സ്നേഹം കാണിക്കും, അവരാ കുഞ്ഞിനെ കെയർ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അവരുടെ മനസ്സൊക്കെ മാറി. ആൻഡ് ഐ ഹാഡ് ആൻ എക്സ്പീരിയൻസ് വൺസ്. അബോഷന് വേണ്ടി വന്നവരായിരുന്നു. ഞാൻ അവരെ കൗൺസിൽ ചെയ്തു, അവർക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തു, വീട്ടിൽ പോയി. ആൻഡ് ഇൻ അനദർ 1 week ടൈം ഷീ കെയിം വിത്ത് ബ്ലീഡിങ്, ചെറിയൊരു ബ്ലീഡിങ് വന്നു. ആൻഡ് ഷീ വാസ് സോ സാഡ്. ഒരാഴ്ച മുന്നേ വന്നപ്പോഴും അവര് കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതേസമയം ഒരാഴ്ച ഇപ്പുറത്ത് ചെറിയൊരു ബ്ലീഡിങ് ഉണ്ട്, അലസി പോകുമോ എന്നുള്ള പേടിയില് വിഷമിച്ച് കരഞ്ഞവര് നമ്മുടെ അടുത്ത് വരുന്നു. ആൻഡ് വി സപ്പോർട്ടഡ്, പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്തു. മാസം തികഞ്ഞ് നോർമലായിട്ട് അവർക്ക് ഒരു പെൺകുഞ്ഞിനെ കിട്ടി. സോ ആ ആറ്റിറ്റ്യൂഡിലെ വ്യത്യാസം, ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അകത്ത് വളരുന്നത് ഒരു മനുഷ്യജീവനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പീപ്പിൾ ഫോൾ ഇൻ ലവ്. കണ്ടു കഴിയുമ്പോഴാണ് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ആ കുഞ്ഞിനോട് സ്നേഹം വരുന്നു, ആ കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, അവർ മുന്നോട്ട്. പക്ഷെ അതിപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ ഈ കാണുന്ന ആ ഒരു ഫീറ്റസ് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് റിസീവ് ചെയ്യാൻ പറ്റും. ഡോക്ടേഴ്സ് പറയുന്നതില് ചില ഈ കപ്പിൾസ് ആണെങ്കിൽ, അതായത് കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ, വാട്ട് ഇഫ് ഇൻ കേസ് പഠിക്കുന്ന നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഇതുപോലത്തെ ഇതിൽ വരുന്നുണ്ട്, റേപ്പ് വിക്ടിംസിൽ വരുന്ന ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥയും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ആ ഒരു മാനസികാവസ്ഥയും അതൊക്കെ എങ്ങനെയായിരിക്കും ഡോക്ടർ? ഇതില് 2, പഠിക്കുന്ന സമയത്ത് അൺമാരീഡ് പ്രഗ്നൻസി, അങ്ങനത്തെ ചില കേസുകൾ കൈകാര്യം ചെയ്ത് എനിക്ക് അനുഭവമുണ്ട്. ദ പ്രോബ്ലം ഈസ്, അവര് പലരും ചിന്തിക്കുന്നത് ഇതാണ്, അബോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റബ്ബർ എടുത്ത് മായ്ക്കുന്ന പോലെ ദാറ്റ് പ്രഗ്നൻസി ഈസ് ഓവർ. പക്ഷെ ഒരിക്കലും അബോഷൻ ചെയ്യുന്നത് കൊണ്ട് ആ പെൺകുട്ടി അമ്മയല്ലാതാകുന്നില്ല. ബട്ട് ഷീ ബിക്കംസ് എ മദർ ഹു ഹാസ് കിൽഡ് ഹെയർ ഓൺ ചൈൽഡ്. സ്വന്തം കുഞ്ഞിനെ നശിപ്പിച്ച് ഒരു അമ്മയായിട്ട് മാറുന്നു. അതാണ് ആ വ്യത്യാസം വരുന്നുള്ളൂ.
ഷോർട്ട് എപ്പോ 3 മാസത്തിൽ 9 മാസത്തിന് വരെ 3 മാസത്തിലെ കുഞ്ഞിനെ കളഞ്ഞു. അത്രേ വ്യത്യാസമുള്ളൂ. അതേസമയം അവൾ റിസ്ക് എടുക്കണം, കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അവൾ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ദർ ആർ പ്ലേസസ് ഇൻസൈഡ് കേരളത്തിൽ പോലും അങ്ങനത്തെ ഒരു അൺമാരീഡ് പ്രഗ്നൻസി റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ പഠിക്കുന്ന സ്ഥലത്ത് ഒരു ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു പ്രഗ്നന്റ് ആയെങ്കിൽ അവർക്ക് തൃശ്ശൂരുണ്ട് 2 സെന്റേഴ്സ് ഉണ്ട് അൺമാരീഡ് മദേഴ്സിനുള്ളത്. അവർക്ക് അവിടെ വന്ന് നിന്ന് മേ ബി ഒരു 5 മാസത്തിലൊക്കെയാണ് പുറത്ത് അറിയുള്ളൂ, ഗർഭിണിയാണെന്ന് അറിയുള്ളൂ. ആ സമയം തൊട്ട് മാസം തികയുന്ന വരെ അവിടെ താമസിച്ച് പ്രസവിച്ച് കുഞ്ഞിനെ അഡോപ്ഷന് കൊടുത്ത് അവർക്ക് തിരിച്ചു പോകാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഒറ്റ പൈസ അവരുടെ കയ്യിൽ നിന്ന് ചെലവാക്കാത്ത രീതിയിൽ. ബിക്കോസ് ആ സെന്റർ ഫോർ അൺമാരീഡ് മദേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ. ആ സെന്റർ നടത്തുന്ന ആ ഒരു വലിയ മനസ്സുള്ള ഒരു വ്യക്തി അവർ പറയുന്നതാണ്, എത്ര എഫർട്ട് എടുത്തിട്ടായാലും എത്ര പൈസ ചെലവാക്കിയിട്ടായാലും ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സഹായിക്കുമെങ്കിൽ വെൻ വി ആർ ട്രൈങ് ടു സേവ് എ ലൈഫ്, ഒരു ജീവനെ രക്ഷിക്കുമ്പോൾ we are building the future of this world. ഞാൻ ഈ സമൂഹത്തിന്റെ ഭാവിയാണ് സങ്കടം എന്നുള്ളത് സർ. ഒരു സൈഡിൽ കുഞ്ഞിനെ ജനിപ്പിക്കുകയാണ്, പക്ഷെ ആ കുഞ്ഞ് വളർന്നു കഴിയുമ്പോ ആ കുഞ്ഞ് അനാഥയായിട്ടാണ് വളരുന്നത്. അല്ലെ, അനാഥനായിട്ടല്ലേ? ഓർഫനേജിലേക്കല്ലേ കുട്ടികൾ? ഓർഫനേജിലാണ് വളരുന്നതെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ട് ആഗ്രഹിച്ച് ക്യൂ നിൽക്കുന്ന എത്രയോ മനുഷ്യർ 3 വർഷമാണ് നമ്മുടെ നാട്ടിലെ ക്യൂ ലിസ്റ്റ്. കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ അഡോപ്ഷൻ ലിസ്റ്റ് ഒരു രജിസ്ട്രിയിൽ 3 വർഷം കാത്തിരിക്കുക ആൾക്കാർ. കുഞ്ഞിനെ കിട്ടുന്നില്ല. കുഞ്ഞിനെ കിട്ടാതെ കാത്തു നിൽക്കുന്നവര്, അവരുടെ നല്ല മനസ്സൊന്ന് ചിന്തിച്ചു നോക്കി. എത്രയോ സന്തോഷത്തോടു കൂടി അത് തോന്നിയ വീടുകളിലേക്കൊന്നും കൊടുക്കൊന്നുമില്ല. നമ്മുടെ നാട്ടില് അതിന് ഇതുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. MSWക്കാർ വന്ന് കൗൺസിലിംഗ് നടത്തി എല്ലാം റെഡിയാണെന്ന് ഉറപ്പുവരുത്തി, കുഞ്ഞിനെ കെയർ ചെയ്യാനാണെന്ന് ഉറപ്പുവരുത്തി മാത്രമേ കുടുംബങ്ങളിൽ കൊടുക്കുള്ളൂ. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കുടുംബങ്ങളിൽ ആ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായ രീതിയിൽ വളരാവുന്ന കുടുംബങ്ങളിൽ മാത്രമേ അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കൊടുക്കുള്ളൂ. തീർച്ചയായിട്ടും. ഇവിടത്തെ വ്യത്യാസം ഇതുള്ളൂ, ഈ അൺമാരീഡ് മദർ, തീർച്ചയായിട്ടും അൺമാരീഡ് പ്രഗ്നൻസിയോ പ്രീ മാരേജ് റിലേഷൻഷിപ്സിനെയോ അല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ബട്ട് ഇറ്റ് ഹാപ്പൻ ടു ബി, സംഭവിച്ചു പോയി, അതിനെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവനോട് ബഹുമാനമുള്ള ഒരു ഡിസിഷൻ ഈസ് ടു റീഹാബിലിറ്റേറ്റ് ആ അമ്മേനെ, കുഞ്ഞിനെ. അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെയും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്യാറുണ്ട് അല്ലേ? അതിനും അവര് നമ്മുടെ കേരളത്തില് ഇപ്പൊ ഡോക്ടർ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇതുപോലെ അൺമാരിഡ് പ്രഗ്നൻസി ഒരുപാട് വരാറുണ്ടോ? ഒരുപാടില്ല. എന്നെ സംബന്ധിച്ച് ഡയറക്ട്ലി ഇത്തരം സെന്റേഴ്സിൽ നിന്നാണ് നമുക്ക് അങ്ങനത്തെ കേസുകൾ. കേരളത്തിൽ വളരെ കുറവ് ഇൻ ദ സെൻസ്, ഇപ്പൊ എന്നെ കാണാനായിട്ട് ഒരു പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഒരു 100 ഡെലിവറി ഒരു മാസം നടക്കുന്നെങ്കിൽ അതിലൊരു അൺമാരീഡ് പ്രഗ്നൻസിക്ക് ഒരു അബോർഷന് വേണ്ടി വരുന്നവർ ഒരു പക്ഷെ ഒരു മാസം ഒരാളോ ഉള്ളൂ. വളരെ നല്ല ഒരു കാര്യം. ഇത് ഒരുപാട് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് പക്ഷേ കേരളത്തിന് പുറത്തായിരിക്കാം, അങ്ങനത്തെ ഒരു കൾച്ചർ ഉള്ള സ്ഥലങ്ങളിലായിരിക്കാം. നമ്മുടെ നാട്ടിലെ തൃശ്ശൂര് മാളയ്ക്കടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എന്റെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഒരു പക്ഷെ അങ്ങനത്തെ കോളേജസോ ഒന്നും ഈ ഇതിന് ചുറ്റും ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം അനുഭവങ്ങൾ കുറവാണ്, താരതമ്യേന കുറവാണ്. ഈവൻ ഞാൻ പഠിച്ച കോളേജുകളിലും അത്തരം അനുഭവങ്ങൾ കുറവാണ്. 1% എന്നൊക്കെ തന്നെ പറയാനുള്ളൂ ടോട്ടൽ ഡെലിവറീസിന്റെ നമ്പർ എടുക്കുമ്പോൾ. പക്ഷേ കണക്കുകളിൽ പറയുന്നുണ്ട് അപ് ടു 20% ഓഫ് ദ പ്രഗ്നൻസീസ് ഹാപ്പൻ ടു എൻഡ് അപ്പ് ഇൻ അബോർഷൻസ്, ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയിലേക്ക് എത്തുന്നതായിട്ട് പല കണക്കുകളും സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി, കേരളത്തിൽ അത് കുറവായത്. ഇത് കഴിയുമ്പോ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു കേസ് വന്നതെന്ന് പറഞ്ഞാല് ഒരു കുട്ടി ഇതുപോലെ തന്നെ നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് ആകെ ഡെസ്പായിട്ട് പിന്നെ ആകെ മൂടി മാസങ്ങളായിട്ട് അനക്കൂല, മിണ്ടലുമില്ല, ആരുടെ ഇടപെടില്ല, അങ്ങനത്തെ ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ്. അതായത് പ്രഗ്നൻസി എന്നുള്ള ഒരു ക്രൈസിസ് ആൻഡ് ടെൻഷനൊക്കെയാണ്. ആ പ്രഗ്നൻസിയെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സൊല്യൂഷൻ എന്ന് പലരും ചിന്തിക്കും. അത് തീർന്നു കഴിഞ്ഞാൽ എല്ലാം റെഡി ആയി എല്ലാവരുടെയും ചിന്ത. തിരിച്ച് പഴയ പോലെ ക്ലാസ്സിൽ പോകാം, എല്ലാം ചെയ്യാന്ന്. പക്ഷെ ദേ ഗോ ഇൻ ടു ഫീലിംഗ് ലൈക്ക് ഒരു എംപ്റ്റി ഫീലിംഗിലേക്ക് പലരും തിരിച്ചു പോകും. ആൻഡ് മെനി ഓഫ് ദം ഗോ ഇൻ ടു ഡിപ്രഷൻ, ഒരു ഡിവാസ്റ്റേറ്റഡ് ഫീലിംഗ്, ഒരു തകർന്ന അവസ്ഥയിലേക്ക് പലരും പോകും. ആൻഡ് മെനി ടൈംസ് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം ആ ചെറുക്കൻ എന്നെ ഈ ഒരു എപ്പോഴും ആ ഒരു ചീത്ത ആ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ഒരു പക്ഷേ ഈവൻ പെൺകുട്ടികൾക്ക് മാത്രമല്ല ഈ ചെറുക്കന്മാർക്കും അതേ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതാണ് എന്റെ അനുഭവം. അതായത് ഒരുപക്ഷെ അവർക്ക് കളയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഈ പെൺകുട്ടി അൺമാരീഡ് പ്രഗ്നൻസി ആയിരിക്കാം, അവർ പോയി കളഞ്ഞു കഴിയുമ്പോൾ ദ ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ് ആൻഡ് ഡിവാസ്റ്റേഷൻ, ഈവൻ ഈ
ആണുങ്ങൾക്ക് ഫീൽ പുറത്തറിഞ്ഞില്ലെങ്കിൽ പോലും ഞാനൊരു കൊലപാതകയാണല്ലോ എന്നൊരു തോന്നൽ വരും. ഉള്ളിന്റെ ഉള്ളിൽ ഒരു നീറ്റൽ. കാരണം ജീവനെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ജീവനെ ബഹുമാനിക്കുക, അത് വൈകല്യമുള്ളതായിക്കോട്ടെ, ബുദ്ധിമുട്ടുകളുള്ളതായിക്കോട്ടെ, കഷ്ടപ്പാടുകളുള്ളതായിക്കോട്ടെ, ആ ജീവനെ കെയർ ചെയ്യുമ്പോഴാണ് ഐ ഫീൽ ഹാപ്പിനെസ്. സാക്രിഫൈസസ് ആണ് നമുക്ക് ഹാപ്പിനെസ് തരുള്ളൂ. പ്ലഷർ ഈസ് ഡിഫറെന്റ്. എന്റെ ഹൃദയത്തിൽ യഥാർത്ഥമായിട്ടുള്ള സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ ഐ ഹാവ് ടു ഗിവ് സാക്രിഫൈസസ്. ഞാൻ ത്യാഗം ചെയ്ത് ഒരു ജീവനെ കെയർ ചെയ്യുമ്പോൾ അവിടെ എനിക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം. അതായത് ഒരു വൈകല്യമുള്ള ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, ഇപ്പൊ എന്റെ താഴെയുള്ള കുഞ്ഞിന് 3 മാസേ പ്രായമായുള്ളൂ. ആ കുഞ്ഞിനെ ഒരു പക്ഷെ രാത്രി കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരാം. ഞാൻ ജോലി ചെയ്തു, കാലത്ത് 8 മുതൽ വൈകിട്ട് 8 വരെ 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് പറയണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൊച്ചിന് അതൊന്നും അറിയേണ്ട കാര്യമില്ല. കൊച്ച് രാത്രി 3 മണിയാകുമ്പോൾ ചിലപ്പോൾ എണീറ്റ് കരയും. അപ്പൊ ആ കുഞ്ഞിനെ എണീറ്റ് നമ്മൾ കൊണ്ട് നടന്നു കുഞ്ഞിനെ ഉറക്കി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വി ഫീൽ ഒരു 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 ഗ്രാറ്റിഫൈങ് ഫീലാണ്, നമുക്കൊരു സന്തോഷമാണ് നൽകുന്നത്. അവിടെ ആ കുഞ്ഞ് നമുക്ക് വേറെ ഒന്നും തരുന്നില്ല, ബട്ട് ഒരു സാക്രിഫൈസ്. എൻ്റെ ഉറക്കം ഇളച്ച് ഞാൻ ആ കുഞ്ഞിനെ കെയർ ചെയ്ത് കഴിയുമ്പോൾ ഓർ വാട്ട് എവർ, എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഈ സാക്രിഫൈസസ് ആണ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. വൈകല്യങ്ങളുണ്ടോ എന്നുള്ള സംശയത്തിന്റെ പേരിൽ കുഞ്ഞിനെ കളയാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈവൻ മന്ദബുദ്ധിയായിട്ടുള്ള കുഞ്ഞുങ്ങളാണോ എന്ന് സംശയത്തിന്റെ പേരിൽ സ്ക്രീനിങ്, പല ലെവൽ സ്ക്രീൻ ചെയ്ത് മാത്രം കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിലുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന ദമ്പതികൾ എന്നോട് ചോദിക്കാനുണ്ട്, ഡോക്ടറെ ഈ ഡൗൺ സിൻഡ്രോം സ്ക്രീനിങ് ഡോക്ടർ ചെയ്യുന്നില്ലേ? ഞാൻ അവരോട് പറയാറുള്ളത് ഇത്തിരിയുള്ളൂ, ഐ വിൽ ഡു ദ ബേസിക് സ്ക്രീനിങ് ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ അഗ്രസീവ് സ്ക്രീനിങ്. കാരണം ഞാൻ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. ഇപ്പൊ ദൈവം അറിയാതെ എന്തായാലും എൻ്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടാവില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ദമ്പതികളോട് ഞാൻ പറയും, ദൈവം അറിയാതെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കില്ല. വയ്യായോ ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും സന്തോഷത്തോടു കൂടി നമ്മൾ ആ കുഞ്ഞിനെ സ്വീകരിക്കണം. ആ കുഞ്ഞിനെ നമ്മൾ കെയർ ചെയ്യണം. അതല്ലേ നമ്മുടെ മനുഷ്യത്വം എന്ന് പറയുന്നത്. നമ്മൾ ആ കുഞ്ഞിനെ കെയർ ചെയ്യുകയും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ആ കുഞ്ഞിൻ്റെ ജീവിതത്തെ മനോഹരമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതാണ് മനുഷ്യത്വം. വളരെ നല്ല ഒരു മെസ്സേജാണ് നമ്മുടെ ഡോക്ടർ സാർ നമുക്കിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് ഇത് പല രീതിയിൽ പല കേസുകളിൽ വരുന്ന ഒരു സംഭവമാണ് എങ്കിൽ പോലും അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും ആ നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണമെന്നും ഡോക്ടർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ശരിക്കും രമ്യ പറഞ്ഞാൽ ഈ അബോർഷൻ ചെയ്യുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന പെൺകുട്ടി രക്ഷപ്പെടുകയല്ല, അതോട് ശരിക്കും പറഞ്ഞാൽ ആത്മനാശം വന്നു പോയി വീണ്ടും നല്ലൊരു ലൈഫ് എനിക്ക് കിട്ടില്ല. അപ്പൊ മാക്സിമം ഇങ്ങനത്തതൊന്നും വരാതിരിക്കട്ടെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിരാശയിലേക്ക് പോകാതെ നമ്മൾ അവരെ ഒന്ന് കൈപിടിച്ച് പൊക്കുകയും ചെയ്യുക. കാരണം ദേ ഗോയിങ് ടു ഇന്റൻസ് ഡെസ്പെറേഷൻ, വല്ലാത്ത നിരാശയിലേക്ക് പോകുന്ന ദമ്പതികളെ നമ്മൾ ഓർ പെൺകുട്ടികളെ നമ്മൾ കാണാറുണ്ട്, ചെറുക്കന്മാരെയും പുരുഷന്മാരെയും നമ്മൾ കാണാറുണ്ട്. ആ നിരാശയിൽ നിന്നൊന്ന് കൈപിടിച്ച് പൊക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, സൊസൈറ്റി സമൂഹത്തിൽ നമുക്കുണ്ട്. അപ്പോൾ അത്തരം നിരാശയിലേക്ക് പോകാതെ അവരെ സംരക്ഷിക്കാനായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. എന്തായാലും ഡോക്ടർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ ദൈവം ഡോക്ടറുടെ കൂടെ എപ്പോഴും തുണയായിട്ട് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിയ ഈ ഡോക്ടർ സാറിന് ഒരു സ്നേഹോപഹാരം സമ്മാനിക്കേണ്ട സമയമാണ് ഇനി. അതിനായിട്ട് ഗുഡ്നസ് ടിവിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ പോൾ പുതുവ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിഷയത്തെക്കുറിച്ചൊക്കെ അച്ഛൻ അറിയാലോ. വിഷയം ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയാം. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ബോധവാന്മാരും ബോധവതികളുമായിരിക്കേണ്ട ഒരു വിഷയമാണ്. അത് വളരെ ഭംഗിയായിട്ട് ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്ക് ഇവിടെ അവതരിപ്പിച്ചു കൊടുത്തു. മലയാളച്ചൻ്റെ കൗൺസിലിംഗ് വഴിയായിട്ടും ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസിൻ്റെ ഇൻട്രാക്ഷൻസ് വഴിയായിട്ടും വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. എനിക്കതിനെപ്പറ്റി പറയാനുള്ളത് ഇതാണ്, ജീവൻ്റെ മേൽ നമുക്കാർക്കും അവകാശമില്ല. ജീവൻ എന്ന് പറയുന്നത് അത്ര വിലപ്പെട്ടതാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണത്, ദൈവം നൽകുന്നതാണ് നമുക്ക്. ബൈബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൃഷ്ടിയുടെ 2 വിവരണങ്ങളുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ. അതിൽ ഒരു വിവരണത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. മണ്ണിൽ നിന്ന് ദൈവം മെനഞ്ഞ് മനുഷ്യരൂപം കൊടുക്കുന്നു. അതിനുശേഷം
അവൻ്റെ നാസാരന്ധ്രത്തിൽ ഊതി അവന് ജീവൻ കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരവും അവൻ്റെ ആത്മാവും ദൈവം രൂപപ്പെടുത്തിയതാണ്. അപ്പോൾ ദൈവമാണ് ഓരോ മനുഷ്യനും അതുപോലെ തന്നെ. അത് അന്ന് അത് അവതരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ബൈബിളിൽ അത് പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരുപക്ഷെ പ്രതീകാത്മകമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴും ഇന്നും ദൈവം ഓരോ മനുഷ്യജീവനെയും അതുപോലെ അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് സൃഷ്ടിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെതാണ് മനുഷ്യജീവൻ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് മാത്രമേ ജീവൻ്റെ മേൽ അവകാശമുള്ളൂ. നമുക്കാർക്കും ജീവൻ്റെ മേൽ അവകാശമില്ല എന്നുള്ള ആ ഒരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ജീവൻ്റെ മേൽ റെസ്പെക്റ്റ് ഉണ്ടാകും, കരുതലുണ്ടാകും. അത് നമുക്കെല്ലാവർക്കും വേണം. രവീന്ദ്രനാഥ് ടാഗോർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ കുഞ്ഞും ഈ ലോകത്തിൽ ജനിക്കുമ്പോഴും അത് വെളിപ്പെടുത്തുന്നത് ദൈവം ഈ ലോകത്തെ, മനുഷ്യവംശത്തെ അത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നതാണ്. ആ കരുതലും സ്നേഹവും ദൈവത്തിനില്ലെങ്കിൽ മനുഷ്യൻ ജനിക്കാൻ ദൈവം ആഗ്രഹിക്കില്ലായിരുന്നു, അനുവദിക്കില്ലായിരുന്നു. പക്ഷെ അത്രയ്ക്ക് മാത്രം കരുതൽ ദൈവം കാണിക്കുന്നു. അപ്പോൾ ഓരോ കുഞ്ഞും വിലപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു പോളച്ച. മനസ്സൊരു മലർവാടിയുടെ വക നമ്മുടെ ഫ്രാൻസിസ് സാറിന്, പിന്റോ ഫ്രാൻസിസ് സാറിന് ഒരു നല്ല ഒരു മെമന്റോ സമ്മാനിക്കുകയാണ് ഇനി. താങ്ക് യു സാർ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഇത്രയും നല്ല മെസ്സേജസ് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. എന്തായാലും രമ്യ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ജീവനാണ് വില. ദൈവം ഈ ഭൂമിയിലേക്ക് നൽകുന്ന ഓരോ ജീവനും ഭയങ്കര വിലയാണ്. നിങ്ങളുടെ പ്രേക്ഷകർ ഓരോ മനുഷ്യനെയും ഓരോ വ്യക്തിയെയും നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അങ്ങനെ നമുക്ക് നല്ലൊരു ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വീണ്ടും പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ. കൂടുതൽ വിവരങ്ങൾക്ക് ദ പ്രൊഡ്യൂസർ, ഗുഡ്നസ് TV, മനസ്സൊരു മലർവാടി, ഡി സർവീസ് പാർക്ക്, ഓപ്പോസിറ്റ് പൈസ് 10 ചർച്ച്, SRM റോഡ്, പച്ചാളം, കൊച്ചിൻ 682012. ഫോൺ 8606420088. ഇമെയിൽ manassorumalarvadi@gmail.com. പിതാവേ ആനന്ദ നന്മയാകും പരമോന്നത. നിന്റെ അപ്പൻ സെക്യൂരിറ്റി ആയ എന്താ? നിന്റെ അപ്പനും ഇവിടെ ഇരിക്കുന്ന ജോർജ് അച്ഛനും ലീവ് എടുത്താൽ പോയി, നിങ്ങൾക്കൊക്കെ ലീവ് എടുത്തു പോവാം. തന്നെ വേറെ ആളെ കൊണ്ടുവരും. ഇത് സുപ്പീരിയറിറ്റി കോംപ്ലക്സ്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് പാടാൻ പറ്റും. എനിക്ക് സത്യം എനിക്ക് പാടാൻ പറ്റുന്നു. എനിക്ക് പറ്റില്ല. ഒരു പാട്ട് പാടി, രണ്ട് വരി, ഒരു വരി. നമുക്ക് എല്ലാവർക്കും അപകർഷതാബോധമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ, അവരെ ആശ്രയിക്കാനായിട്ടൊരു കാരണമാണ്. നമുക്ക് കഴിവുണ്ട്, പക്ഷേ നമ്മുടെ ഈ അപകർഷതാബോധം അതിനെയൊക്കെ അങ്ങ് മറച്ചു കളയും. വിണ്ണിൻ ശലഭങ്ങൾ സ്നേഹാദ്രമായി വന്നെത്തുമോ? ആത്മാവിലും പുണ്യം നൽകി മനസ്സെന്നും മലർവാടിയാകാനായി. ദീം ദീം തനന ദാം ദാം തനന ദീം ദീം തനന ദാം ദാം തനന ദീം ദീം തനന തന തിന തന തിന.